നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യതലസ്ഥാനത്ത് ജലക്ഷാമം അതിരൂക്ഷമാവുകയാണ്. വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ജലക്ഷാമം കാരണം അവിടെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ, അതായത് ഡൽഹിയിലെ അതിരൂക്ഷമായ ജലക്ഷാമം എന്ന വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടൽ. ഡൽഹിക്ക് കൂടുതൽ വെള്ളം നൽകാൻ ഹിമാചൽ പ്രദേശിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. വെള്ളത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കരുതെന്നും സുപ്രീം കോടതി താക്കീത്. ഉഷ്ണതരംഗത്തെ തുടർന്ന് രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കടുത്ത ജലക്ഷാമമാണ് നേരിടുന്നത്. ഇതേ തുടർന്ന് ഹരിയാന, ഹിമാചൽ പ്രദേശ് സർക്കാരുകളോട് വെള്ളം നൽകാൻ നിരവധി തവണ ഡൽഹി സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വെള്ളം നൽകുന്നതിലുള്ള ബുദ്ധിമുട്ട് ഹരിയാന, ഹിമാചൽ സർക്കാരുകൾ വ്യക്തമാക്കി. ഇതേ തുടർന്നായിരുന്നു ഡൽഹി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ സുപ്രീം കോടതി രാഷ്ട്രീയം കളിക്കരുതെന്നും അവർക്ക് ആവശ്യമായ ജലം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കാനും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിൽ നിന്ന് ഹരിയാന വഴി അധിക ജലം വിതരണം ചെയ്യണമെന്ന ഡൽഹി സർക്കാരിന്റെ ആവശ്യം പരിഗണിക്കാൻ ബന്ധപ്പെട്ടവരുടെ യോഗം ചേരണമെന്ന് അപ്പർ യമുന റിവർ ബോർഡിനോട് സുപ്രീം കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഹിമാചൽ പ്രദേശിൽ നിന്ന് ജലവിതരണം സുഗമമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഹരിയാന സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നായിരുന്നു ഡൽഹി സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടത്. ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്ര, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ അവധിക്കാല ബെഞ്ചായിരുന്നു അന്ന് കേസ് പരിഗണിച്ചത്. ജലക്ഷാമം രൂക്ഷമായ ഡൽഹിയിൽ സർക്കാർ കടുത്ത നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചുവെന്നും വെള്ളം പാഴാക്കുന്നവർക്ക് 2000 രൂപ പിഴ ചുമത്തുമെന്നും കുടിവെള്ളം ഉപയോഗിച്ച് വാഹനങ്ങൾ കഴുകുന്നതിന് പുറമെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കമുള്ളവ നടത്തരുതെന്നും ഉത്തരവിലുണ്ടായിരുന്നു. കാർ വാഷിംഗ് കേന്ദ്രങ്ങളടക്കം പരിശോധിക്കാൻ സംഘങ്ങളെ നിയോഗിച്ചിരുന്നു. കെട്ടിടങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമുള്ള അനധികൃത പൈപ്പ് കണക്ഷനുകൾ റദ്ദാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ഉഷ്ണതരംഗത്തെ തുടർന്ന് കടുത്ത ജലക്ഷാമമുണ്ടെന്ന് പറഞ്ഞ മന്ത്രി അതിഷി മർലന ജലം ഒരു കാരണവശാലും പാഴാക്കരുതെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന സാഹചര്യം വരെയാണ് ഇപ്പോൾ ഡൽഹിയിൽ എത്തി നിൽക്കുന്നത്. നിലവിൽ ഡൽഹിയിൽ വാട്ടർ റേഷനിങ് നടപ്പാക്കുകയാണ്. ദിവസേന 2 തവണ വെള്ളം കിട്ടുന്നത് ഇടങ്ങളിൽ 1 തവണയാക്കി മാറ്റി. അതിനിടെ യമുന നദിയിൽ നിന്നും ഡൽഹിക്ക് അവകാശപ്പെട്ട ജലം ഹരിയാന നൽകുന്നില്ലെന്ന വിമർശനം ആം ആദ്മി വീണ്ടും ആവർത്തിച്ചു. ജലക്ഷാമം കഠിനമായതോടെ വാട്ടർ ടാങ്കറുകൾ ജനം ഓടിച്ചിട്ട് പിടിക്കുന്ന കാഴ്ചയും തലസ്ഥാനത്തു നിന്നും പുറത്തുവന്നു. ചാണക്യപുരിയിലായിരുന്നു ജലം കൊണ്ടുവന്ന ലോറി 100 കണക്കിന് പേർ തടഞ്ഞത്. വാഹനത്തിന് മുകളിൽ ബലമായി കയറിയ ഇവർ പൈപ്പുകളിൽ കൂടി വെള്ളമെടുത്തു. നിമിഷനേരം കൊണ്ട് വെള്ളം തീർന്നു. മാത്രമല്ല, ജൻപത് റോഡിലെ വാട്ടർ ഫൗണ്ടേഷനുകളായിരുന്നു ഇപ്പോൾ പലരും കുളിക്കുന്നത്. കുടിവെള്ളത്തിന് പുറമെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാത്ത സ്ഥിതിയാണ് അവിടെ ഉള്ളത്. എന്നാലും സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ഇനി നടപടികൾ എന്തൊക്കെയാണെന്ന് വരും ദിവസങ്ങൾ കണ്ടറിയാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.